ഇന്നത്തേത് 100 വർഷം ഞങ്ങളുടെ കുടുംബത്തിന്റെ നെടുന്തൂണായി നിന്ന ക്ലാരമ്മ എന്ന ഞങ്ങളുടെ സ്വന്തം അമ്മായിയുടെ 100ാം പിറന്നാൾ ആഘോഷമാണ്. ഈ അമ്മക്കിളിയുടെ കൂടെ പിറന്നാൾ ആഘോഷിക്കാൻ 10 മക്കളും മരുമക്കളും കൊച്ചുമക്കളും അവരുടെ മക്കളും ഒത്തുകൂടി. 84ാം വർഷത്തെ വിവാഹ വാർഷികവും 105ാം വയസ്സിലേക്ക് കടന്ന ചാച്ചന്റെ പിറന്നാളും ഞങ്ങൾ ഈ വർഷം തന്നെ ആഘോഷിച്ചതിന് പിന്നാലെയാണ് അമ്മായിയുടെ 100ാം പിറന്നാൾ. കോട്ടയം ജില്ലയിലെ പൊൻകുന്നത്തുകാരിയായി ജനിച്ചു വളർന്ന പെൺകുട്ടിയായിരുന്നു ക്ലാര. വറീദിന്റെയും ഏലിയാമ്മയുടെയും 9 മക്കളിൽ 7ാമത്തെ മകളായിരുന്ന ക്ലാര 1943 എലിക്കുളംകാരനായ പാപ്പച്ചനെ തന്റെ 15ാം വയസ്സിൽ വിവാഹം ചെയ്തു. 10 മക്കളുടെ അമ്മയാവുകയും പിന്നീട് കോട്ടയത്ത് നിന്ന് ഹൈറേഞ്ചിലേക്ക് കുടിയേറി പാർക്കുകയും ചെയ്തു. പാപ്പച്ചന്റെ സഹോദരിയുടെ മക്കൾ അക്കാലത്ത് ക്ലാരയെ അമ്മായി എന്ന് വിളിച്ചു. ഇത് കേട്ട് സ്വന്തം മക്കളും അത് ഏറ്റെടുത്ത് പിന്നെ അമ്മായി എന്ന് വിളിച്ചു തുടങ്ങി. ഇപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് അമ്മായിയാണ്. സമൂഹത്തിൽ അവതരിച്ച വചനത്തെ മാതാവേ നിന്റെ അപേക്ഷ നീ ഉപേക്ഷിക്കാതെ ഉള്ളവളെ കേട്ടുള്ളവരമ്മേ ആമേ. പേരടങ്ങുന്ന ഞങ്ങളുടെ പൗവത്ത് കുടുംബത്തിലെ നട്ടലാണ് അമ്മായി. ജീവിതത്തിലെ പ്രതിസന്ധികളെ അനായാസം തരണം ചെയ്ത് ത്യാഗത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും മാതൃകയായി ഞങ്ങൾക്ക് മുമ്പിലുണ്ട്. ഇന്ന് 100 വർഷങ്ങൾ പിന്നിടുമ്പോൾ അമ്മായിയുടെ ഭാഗ്യമായി ചാച്ചനും 10 മക്കളും കൂടെയുണ്ട്. പിറന്നാളാഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന കൊച്ചുമക്കളെല്ലാം വിദേശത്തു നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നും അമ്മായിക്ക് പിറന്നാൾ ആശംസകളുമായി എത്തി. അമ്മായിയോടൊപ്പം ഈ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തതിന്റെ സങ്കടവും അതോടൊപ്പം ഒരുപാട് ഉമ്മകളും സ്നേഹവും പുഞ്ചിരികളും ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചു. എല്ലാവരും ഒത്തിരി സ്നേഹത്തോടെ കാത്തിരുന്ന ഒരു ദിവസമാണിത്. ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസം. പിറന്നാൾ ആശംസകളുമായി എത്തിയ കൊച്ചുമക്കളെ ഒരുപാട് പുഞ്ചിരിയോടെയും സ്നേഹത്തോടെയും അമ്മായി ചേർത്ത് പിടിച്ചു. ഇനി കുറച്ച് കുശലം പറച്ചിലാവാം. എല്ലാവരോടും ഒത്തിരി വർത്തമാനങ്ങളൊക്കെയായി കേക്ക് മുറിച്ച് എല്ലാവർക്കും മധുരം ഞങ്ങൾ പകർന്നു നൽകി. എല്ലാവരും ഒത്തിരി സ്നേഹത്തോടെ കാത്തിരിക്കുന്ന ഒരു ദിവസം തന്നെയാണിത്. ചാച്ചനോട് കുശലം പറയാനും അമ്മായി മറന്നില്ല. ഓരോ കൊച്ചുമക്കളും ആരുടെ മക്കളാണെന്ന് വ്യക്തമായി അമ്മായിക്ക് അറിയാം. എല്ലാവരുടെ പേരും അമ്മായിക്ക് അറിയാം കേട്ടോ. അതിനുശേഷം ചെറിയൊരു സ്നേഹവിരുന്നാണ്. നോമ്പുകാലമായതുകൊണ്ട് ഞങ്ങൾ ഇത്തവണ ഒരു വെജിറ്റേറിയൻ സദ്യ നടത്താമെന്ന് വിചാരിച്ചു. അതാണല്ലോ അതിന്റെ ഒരു വൈബ്. നല്ല പപ്പടവും പഴവും പായസം കൂട്ടി ഒരു സദ്യ. ശേഷം ഞങ്ങളുടെ കൊച്ചുമക്കളുടെ മക്കൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ ഉണ്ടായിരുന്നു. കുഞ്ഞാറ്റയും അച്ചും അപ്പൂസൊക്കെ തകർത്താടി കേട്ടോ. ചേച്ചിമാരുടെ ഡാൻസ് കണ്ടപ്പോൾ ഒരാളും സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഫ്രേക്കുട്ടി. ഫ്രയോടൊപ്പം അമ്മായിയും കൈകളടിച്ച് പാട്ടുപാടി ആഘോഷിച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു കുട്ടിക്കുറുമ്പൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ഏറ്റവും ചെറിയ ആളാണ് കേട്ടോ. അതിനുശേഷം എല്ലാവരും മുറ്റത്തേക്ക് ഇറങ്ങി ചെറിയൊരു ഫോട്ടോ സെക്ഷൻ ആകാൻ വേണ്ടി. എല്ലാ കൂടിച്ചേരലിലും ഇങ്ങനെ ഒരു ഫാമിലി ഫോട്ടോ ഞങ്ങൾക്ക് നിർബന്ധമായതുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ 10 മക്കളും അവരുടെ മക്കളും മാത്രമല്ല ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തത്. അമ്മായിയുടെ സ്വന്തം നാട്ടിൽ നിന്നും, അതായത് പൊൻകുന്നത്ത് നിന്ന് എത്തിയ ആന്റിമാരും അച്ചാച്ചന്മാരും അതുപോലെ തന്നെ എലിക്കുളത്ത് നിന്നും ഒത്തിരി ആളുകളും ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായിട്ടെത്തി. അത് കുറച്ചുകൂടെ മധുരം നൽകുന്ന ഒന്നായിരുന്നു. ഗുഡ്നസ് ടിവിയുടെ ഈസ്റ്റർ ദിന പ്രത്യേക പരിപാടി ചാച്ചനെ അമ്മായിയും വെച്ച് ചെയ്യാനായിട്ട് അവർക്കൊരാഗ്രഹം. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് ഒരു ഷൂട്ടിംഗ് പരിപാടിയും അതോടൊപ്പം സെറ്റ് ചെയ്തു. അതാണിപ്പോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആഘോഷങ്ങൾ അവസാനിക്കുന്നില്ല. ഏറ്റവും കൂടുതൽ വിവാഹ വാർഷികം ആഘോഷിച്ച ദമ്പതികൾ എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലും ചാച്ചനും അമ്മായി ഈ വർഷം ഇടം നേടിയത് ഞങ്ങൾക്ക് ഇരട്ടി മധുരമാണ്. ചാച്ചന്റെ അമ്മയുടെ അനുഗ്രഹവും സ്നേഹവുമാണ് എന്നെന്നും ഞങ്ങളുടെ കുടുംബത്തെ താങ്ങി നിർത്തുന്നത്. അവരുടെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളും തരണം ചെയ്യാനുള്ള ഞങ്ങളുടെ ശക്തി. ഈ ഒരു അവസരത്തിൽ അമ്മായിക്ക് 100ാം പിറന്നാളിന്റെ എല്ലാ ആശംസകളും ഒത്തിരി ഉമ്മകളും സ്നേഹപൂർവ്വം നൽകിക്കൊണ്ട് പൗവത്ത് ഫാമിലിയും ഞങ്ങളുടെ അമ്മായിയുടെ വിശേഷങ്ങളും ഇവിടെ തീരുന്നു.